നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി പറയൽ എന്നൊരു അത്ഭുത ശക്തിയെക്കുറിച്ചാണ്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ദിവസവും ചിന്തിക്കുന്നത് എന്താണ്? എനിക്ക് നല്ലൊരു ജോലിയില്ല, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമില്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് ആഡംബര ജീവിതമില്ല. ഇങ്ങനെ നീളും നമ്മളുടെ പരാതികളുടെ ലിസ്റ്റ്. രാവിലെ കണ്ണു തുറക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എനിക്ക് അതില്ല ഇതില്ല എന്ന ചിന്ത മാത്രമാണ് നമ്മുടെ മനസ്സമാധാനം കളയുന്നത്. എന്നാൽ നിങ്ങൾ ഇപ്പോഴുള്ള കാര്യങ്ങളോർത്ത് എപ്പോഴെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ 180 ഡിഗ്രി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു അത്ഭുത വിദ്യയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി പറയൽ. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരോ കാണിക്കുന്ന ആഡംബരങ്ങളെ കുറിച്ചാണ്. മറ്റൊരാളുടെ വലിയ വീടും കാറും കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു തരം കുറവ് അല്ലെങ്കിൽ ഒരു അപകർഷതാബോധം ഉണ്ടാകും. എന്നാൽ യഥാർത്ഥം എന്താണ്? നമ്മൾ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന പല കാര്യങ്ങളും ഈ ലോകത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വലിയ അനുഗ്രഹങ്ങളാണ്. ഉദാഹരണത്തിന്, ഇന്ന് ആരോഗ്യത്തെ കണ്ണു തുറക്കാൻ കഴിഞ്ഞത്, സമാധാനത്തോടെ തലചായ്ക്കാൻ ഒരു മേൽക്കൂരയുള്ളത്, വിശക്കുമ്പോൾ കഴിക്കാൻ ഭക്ഷണമുള്ളത്, ഇതൊക്കെ നമ്മളൊരു അവകാശമായി കാണുന്നു. എന്നാൽ ഇവയൊന്നും ലഭിക്കാത്ത എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ശ്രദ്ധ ഇപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഉള്ള കാര്യങ്ങളെ നമ്മൾ കാണാതെ പോകുന്നു. ഈ ഒരു കാഴ്ചപ്പാട് മാറ്റിയെടുക്കുക എന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആദ്യപടി. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ശാസ്ത്രം? ഇത് വെറും ഒരു പോസിറ്റീവ് ചിന്ത മാത്രമല്ല. ഇതിന് പിന്നിൽ വലിയ ഒരു ശാസ്ത്രമുണ്ട്. പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ എന്ത് ചിന്തകളാണോ പ്രപഞ്ചത്തിലേക്ക് വിടുന്നത്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇരട്ടിയായി തിരിച്ചു വരും. നിങ്ങളെപ്പോഴും എനിക്കില്ല എനിക്കില്ല എന്ന് പരാതിപ്പെടുമ്പോൾ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ നൽകുന്നത് ദാരിദ്ര്യം അല്ലെങ്കിൽ കുറവ് എന്ന എനർജിയാണ്. ഫലമോ, നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും കുറവുകൾ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ എനിക്ക് ഉള്ളതിന് നന്ദി എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സമൃദ്ധിയുടെ എനർജി ഉണ്ടാകുന്നു. മനസ്സ് ശാന്തമാകുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ, സെറോട്ടോണിൻ എന്ന ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് സ്ട്രെസ്സും ആകുലതയും കുറയ്ക്കുകയും പുതിയ അവസരങ്ങളെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള ഒരു വഴി ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി എഴുതുക എന്നാണ്, അതായത് ജേണലിംഗ്. ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഡയറി എടുത്ത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന 3 നല്ല കാര്യങ്ങൾ എഴുതി വെക്കുക. ഒരുപക്ഷെ അത് വഴിയിൽ കണ്ട ഒരു പഴയ സുഹൃത്താകാം, അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കിയ നല്ലൊരു ഭക്ഷണമാകാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചെറുത് എന്ന് നമുക്ക് തോന്നുന്ന ഒരു നല്ല കാര്യമാകാം. രണ്ടാമതായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ശ്വസിക്കാൻ ഒരു ദിവസം കൂടി തന്നതിന് നന്ദി എന്ന് മനസ്സിൽ പറയുക. നിങ്ങളുടെ ദിവസം എത്രമാത്രം പോസിറ്റീവാകുമെന്ന് നിങ്ങൾക്ക് സ്വയം കാണാം. മൂന്നാമതായി ചെയ്യാൻ കഴിയുന്നത് ബന്ധങ്ങളിലെ നന്ദി. നിങ്ങളുടെ സഹായിക്കുന്ന സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ ഒരു താങ്ക്സ് പറയാൻ മടിക്കരുത്. അത് നിങ്ങളുടെ ബന്ധങ്ങളെ ശാന്തമാക്കും. ഞാൻ നിങ്ങളുടെ ഒരു 21 ദിവസത്തെ ചലഞ്ചിന് ക്ഷണിക്കുകയാണ്. അടുത്ത 21 ദിവസത്തേക്ക് പരാതികൾ പറയുന്നത് പൂർണ്ണമായും നിർത്തുക. എന്ത് ചെറിയ നല്ല കാര്യങ്ങൾ ഉണ്ടായാലും അതിന് മനസ്സറിഞ്ഞ് നന്ദി പറയുക. നിങ്ങളുടെ മനസ്സിനും ജീവിതത്തിനും ഉണ്ടാകുന്ന മാറ്റം കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. എൻ്റെ ജീവിതത്തിലും ഇത് ഉണ്ടാക്കിയ മാറ്റം വളരെ വലുതാണ്. പരാതികൾ നമ്മൾ ഇരുട്ടിലാക്കുമ്പോൾ നന്ദി പറയുന്ന സ്വഭാവം അവിടെ പ്രകാശം നിറക്കും. ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങും. ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ തിരഞ്ഞു വരും. അത്രക്കും പവർഫുള്ളായ ഒരു അത്ഭുത വിദ്യയാണ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി പറയൽ. നമുക്ക് എത്ര ചെറിയ കാര്യമായിക്കോട്ടെ, എത്ര നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന കാര്യമായിക്കോട്ടെ, അതിന് മനസ്സറിഞ്ഞ് നമ്മൾ നന്ദി പറയുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രപഞ്ചത്തിലെ ഏറ്റവും ഹൈ ഫ്രീക്വൻസി എന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന നന്ദി എന്ന ഒരു ഫീലിങ്ങിനാണ്. അത് കാരണം നമുക്ക് പ്രപഞ്ചം അത്രയും പവർഫുള്ളായിട്ടുള്ള ഫ്രീക്വൻസി നമ്മളിലേക്ക് എത്തിക്കുകയും
അത് നമ്മുടെ ജീവിതത്തിനെ പുതിയൊരു ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദിയുള്ളവരാകുക. വലിയ കാര്യങ്ങൾ നിങ്ങളെ തിരഞ്ഞു വരിക തന്നെ ചെയ്യും.